ഇസ്രായേലിൽ കെയർ ഗിവറായിരുന്ന ജിനേഷിന് സംഭവിച്ചതെന്ത്? മരണരഹസ്യം തേടി നീതിക്ക് വേണ്ടിയുള്ള ഭാര്യ രേഷ്മയുടെ പോരാട്ടത്തിനൊപ്പം മറുനാടനും ഉണ്ടായിരുന്നു. നിരവധി റിപ്പോർട്ടുകൾ നൽകിയും അന്വേഷണം നടത്തിയും തുണയാകാൻ മറുനാടൻ ശ്രമിച്ചെങ്കിലും രേഷ്മ വിഷം കഴിച്ച മരണത്തെ വരവേറ്റതോടെ അതെല്ലാം വിഫലമായ അവസ്ഥയും. ഇസ്രായേലിൽ പ്രായമായവരെ പരിചരിക്കുന്ന ജോലി ചെയ്യവേ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയനാട് സ്വദേശി ജിനേഷ് പി സുകുമാരന്റെ ഭാര്യ രേഷ്മയാണ് കഴിഞ്ഞ ദിവസം വിഷം കഴിച്ച് ജീവനൊടുക്കിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് 34 വയസ്സുകാരിയായ രേഷ്മയുടെ മരണം സംഭവിച്ചത്. ഭർത്താവിന്റെ മരണത്തെ തുടർന്നുണ്ടായ കടുത്ത മനോവിഷമമാണ് രേഷ്മയെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ബന്ധുക്കൾ ആദ്യം പറഞ്ഞിരുന്നു. വയനാട് കോളേരി സ്വദേശിനിയാണ് രേഷ്മ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ജിനേഷിന്റെ മരണത്തിന് പിന്നിലെ സത്യമറിയാൻ രേഷ്മ അവസാന നിമിഷം വരെ പോരാടിയിരുന്നു. ജിനേഷിനെ ആരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്നതായിരുന്നു രേഷ്മയുടെ പ്രധാന സംശയം. ഇക്കാര്യം അന്വേഷിച്ച് ഇസ്രായേലിലെ സുഹൃത്തുക്കളെയും അധികാരികളെയും രേഷ്മ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. എന്നാൽ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ലാത്തതും ജിനേഷിന്റെ മരണം സംബന്ധിച്ച ദുരൂഹതകളും ആ യുവതിയെ കടുത്ത മാനസിക വിഷമത്തിലേക്ക് തള്ളിവിട്ടു. മരണത്തിന് പിന്നിലെ ദുരൂഹത നീക്കണമെന്നാവശ്യപ്പെട്ട് കോളിയാടിയിൽ ജനകീയ പ്രതിഷേധം ഇരമ്പുകയാണ്. കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും അനാഥയായ ഇവരുടെ 10 വയസ്സുകാരി മകൾക്ക് നീതി ഉറപ്പാക്കാനും ലക്ഷ്യമിട്ട് സർവകക്ഷി ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ ഇസ്രായേലിലേക്ക് പോയ ജിനേഷ് ജോലിയിൽ പ്രവേശിച്ച് 1.5 മാസത്തിനുള്ളിലാണ് മരിച്ചത്. ജിനേഷിന്റെ മരണത്തിനു പിന്നാലെ നാട്ടിൽ രേഷ്മയ്ക്ക് നേരെ ബ്ലേഡ് മാഫിയയുടെ കടുത്ത ഭീഷണി ഉണ്ടായിരുന്നതായി കുടുംബം പറയുന്നു. കഴിഞ്ഞ 30-ന് രേഷ്മയും മരിച്ചതോടെ ഇവരുടെ 10 വയസ്സ് പ്രായമുള്ള മകൾ ആരാധ്യ രേഷ്മയുടെ മാതാപിതാക്കൾക്കും ജനീഷിന്റെ മാതാവിനുമൊപ്പമാണ് കഴിയുന്നത്.